അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഉമ്മയുടെ വിയോഗത്തോടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും തളർന്നു പോകുമ്പോൾ താങ്ങായി നിൽക്കാൻ ഒരാൾ മാത്രമേ കൂടെയുണ്ടാകൂ. അതാണ് ഉമ്മ. ഈ പ്രപഞ്ചത്തിൽ പകരം വെക്കാൻ മറ്റൊന്നില്ലാത്ത അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി. ഒരു പക്ഷേ ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും കൂടെ നിങ്ങളുടെ ഉമ്മയുണ്ടാകാം. രാവിലെ വിളിച്ചുണർത്താനും വഴക്ക് പറയാനും സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിത്തരാനും ആ ഉമ്മ നിങ്ങളുടെ കൂടെയുണ്ടാകും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർക്കിന്ന് ഉമ്മ എന്നത് നെഞ്ചുപൊട്ടുന്ന ഒരു ഓർമ്മ മാത്രമാണ്. ഒരു ചിത്രത്തിനപ്പുറം, ഖബർസ്ഥാനിലെ ഒരു പിടി മണ്ണിലപ്പുറം അവർക്കിന്ന് ഉമ്മയെ കാണാൻ കഴിയില്ല. നമ്മളിൽ പലരും ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മയുടെ വിലയോ സ്നേഹത്തിൻ്റെ ആഴമോ തിരിച്ചറിയാറില്ല. ഒരു ഫോൺ കോൾ വരുമ്പോൾ ദേഷ്യപ്പെടുന്നവരും തിരക്കുകളിലേക്ക് ഒതുങ്ങി മാറുന്നവരും നമുക്കിടയിലുണ്ട്. എന്നാൽ ആ ഉമ്മ ഈ ദുനിയാവിൽ നിന്ന് എന്നേക്കുമായി വിട പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് ഇരുട്ടിലാകുന്നത്. പിന്നീട് നമ്മുടെ കൈകളിൽ എത്ര കോടികൾ വന്നാലും, ദുനിയാവിലെ എല്ലാ പദവികളും നമ്മുടെ കാൽക്കൽ വന്നടിഞ്ഞാലും തിരിച്ചു കിട്ടാത്ത ഉമ്മയുടെ വിയോഗത്തോടെ നഷ്ടപ്പെട്ടു പോകുന്ന 10 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നിരുപാധികമായ സ്നേഹമാണ്. ഈ ലോകത്ത് നാം കാണിക്കുന്ന മിക്ക ബന്ധങ്ങൾക്കും പിന്നിൽ എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥതകൾ ഉണ്ടാകാം. സുഹൃത്തുക്കൾക്കോ പങ്കാളികൾക്കോ സഹപ്രവർത്തകർക്കോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങളോ പ്രതീക്ഷകളോ ഉണ്ടാകാം. എന്നാൽ നമ്മളിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, നമ്മുടെ രൂപഭംഗിയോ പണമോ പദവിയോ നോക്കാതെ നമ്മെ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തി അത് നമ്മുടെ ഉമ്മ മാത്രമാണ്. നമ്മൾ പരാജയപ്പെടുമ്പോഴും ലോകം മുഴുവനും നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും സ്വന്തം ജീവനേക്കാൾ നമ്മെ സ്നേഹിക്കാൻ ഉമ്മാക്ക് മാത്രമേ കഴിയൂ. ആ ഉമ്മ മണ്ണിലേക്ക് മറയുന്നതോടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പവിത്രവും നിരുപാധികവുമായ വലിയ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം ഇല്ലാതാകുന്നത്. രണ്ടാമത്തെ കാര്യം അർദ്ധരാത്രിയിലെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ വിജയത്തിന് പിന്നിലും ആരുടെയെങ്കിലുമൊക്കെ സഹായമുണ്ടാകാം. എന്നാൽ നമ്മൾ അറിയാതെ, നമ്മൾ കാണാതെ അർദ്ധരാത്രികളിൽ പടച്ചവൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി കണ്ണീരൊഴുക്കി നമുക്കായി പ്രാർത്ഥിക്കാൻ ഇനി ആരാണുണ്ടാവുക? എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നല്ലത് വരുത്തണേ, അവർക്ക് ആപത്തുകൾ വരുത്തല്ലേ എന്ന് സ്വന്തം ശ്വാസത്തെക്കാൾ പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുന്ന ആ ചുണ്ടുകളാണ് ഉമ്മയുടേത്. മാതാപിതാക്കളുടെ പ്രാർത്ഥനയും പടച്ചവൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല എന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉമ്മയുടെ ആ പ്രാർത്ഥനയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാവൽ. ഉമ്മ മരിക്കുന്നതോടെ നമ്മുടെ തലക്കിൽ നിന്നുണ്ടായിരുന്ന ആ വലിയ പ്രാർത്ഥനയുടെ തണലാണ് എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം തെറ്റുകൾ ക്ഷമിക്കുന്ന ആ വലിയ മനസ്സാണ്. മക്കളായ നമ്മൾ പലപ്പോഴും ഉമ്മമാരോട് ദേഷ്യപ്പെടാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ചിലപ്പോൾ അവഗണിക്കാറുമുണ്ട്. പുറത്തുള്ളവരോടാണ് നമ്മൾ ഈ ദേഷ്യം കാണിക്കുന്നതെങ്കിൽ അവർ നമ്മളോട് എന്നേക്കുമായി അകന്നുപോയേക്കാം. എന്നാൽ ഉമ്മ അങ്ങനെയല്ല. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്രയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും കുറച്ച് സമയം കഴിയുമ്പോൾ അതെല്ലാം മറന്ന് മോനെ വന്ന് ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കാൻ ഉമ്മാക്ക് മാത്രമേ കഴിയൂ. ആ ദേഷ്യത്തിന് പിന്നിലും സ്നേഹത്തിൻ്റെ നനവുണ്ടാകും. ഉമ്മ പോകുന്നതോടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളെയും കുറവുകളെയും അത്രമേൽ സഹിഷ്ണുതയോടെ ക്ഷമിക്കാൻ ഈ ദുനിയാവിൽ മറ്റൊരാളുണ്ടാവുകയില്ല. നാലാമത്തെ കാര്യം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ അഭയകേന്ദ്രമാണ്. പുറം ലോകത്ത് നമ്മൾ വലിയ പരാജയമായിരിക്കാം. ബിസിനസ്സിൽ തകർന്നവരോ പഠനത്തിൽ പിന്നിലായവരോ ആളുകളുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നവരോ ആകാം. എല്ലാവരും നമ്മെ മാറ്റി നിർത്തുമ്പോൾ ഓടിയെത്തി സങ്കടങ്ങൾ പറയാൻ പറ്റുന്ന ഒരിടം ഉമ്മയുടെ മടിത്തട്ടായിരുന്നു. ഹൃദയം തകർന്നു വരുമ്പോൾ ആ മടിയിൽ തലചായ്ച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനമുണ്ട്. അത് ലോകത്തിലെ ഒരു ലക്ഷറി ബെഡിനും തരാൻ കഴിയാത്തതാണ്.
ഉമ്മയുടെ തലോടലേറ്റാൽ മാറാത്ത സങ്കടങ്ങളില്ലായിരുന്നു. ഉമ്മയുടെ വിയോഗത്തോടെ ആ വലിയ അഭയകേന്ദ്രമാണ് നമുക്ക് നഷ്ടമാകുന്നത്. പിന്നീട് എത്ര വലിയ വീടുണ്ടാക്കിയാലും ആ മടിയോളം സുരക്ഷിതത്വം നമുക്കെവിടെയും ലഭിക്കുകയില്ല. അഞ്ചാമത്തെ കാര്യം, വിജയങ്ങളിലെ യഥാർത്ഥ സന്തോഷമാണ്. ജീവിതത്തിൽ നമ്മൾ വലിയൊരു ജോലി വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടിയോ വീടോ വാങ്ങുമ്പോൾ, അത് കണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നത് നമ്മുടെ ഉമ്മയായിരിക്കും. നമ്മൾ നേടുന്ന പണത്തെക്കാളും പ്രശസ്തിയെക്കാളും ഉമ്മാക്ക് വലുത് തൻ്റെ മകനോ മകളോ ജയിച്ചു കാണുക എന്നതാണ്. ഉമ്മയില്ലാത്ത ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ വിജയങ്ങൾ നേടിയാലും ആ സർട്ടിഫിക്കറ്റും ട്രോഫികളും കാണിച്ചു കൊടുക്കാൻ ദുനിയാവിൽ ഒരാളും ഉണ്ടാവുകയില്ല. ഉമ്മയില്ലാത്തപ്പോൾ നമ്മുടെ വലിയ വിജയങ്ങൾക്ക് പോലും പഴയ മധുരമുണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ആറാമത്തെ കാര്യം, ആ വീടിൻ്റെ ഐശ്വര്യവും വെളിച്ചവും നഷ്ടമാകും. ഉമ്മ ജീവിച്ചിരിക്കുന്ന വീടുകളിലേക്ക് ചെന്നാൽ അവിടെ ഒരു പ്രത്യേക വെളിച്ചവും ജീവനും നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ വീടിൻ്റെ പടിവാതിൽ കടന്നു വരുമ്പോൾ തന്നെ ഉമ്മയുടെ ആ സാന്നിധ്യം വീടിന് വലിയൊരു ഐശ്വര്യമാണ്. എന്നാൽ ഉമ്മയില്ലാത്ത വീട് വെറുമൊരു കല്ലും സിമൻറ്റും നിറഞ്ഞ കെട്ടിടം മാത്രമാണ്. ഉമ്മ മരിക്കുന്നതോടെ ആ വീടിൻ്റെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്. പിന്നീട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കാൻ ആ മുഖം അവിടെ ഉണ്ടാവുകയില്ല. ഉമ്മയില്ലാത്ത ആ ശൂന്യത വീടിനെ മുഴുവൻ ഒരു മരവിപ്പിലേക്ക് തള്ളിവിടും. ഏഴാമത്തെ കാര്യം, നമ്മെക്കുറിച്ചുള്ള ആവലാതികളും അന്വേഷണങ്ങളുമാണ്. നീ ഭക്ഷണം കഴിച്ചോ? വണ്ടി പതുക്കെ ഓടിക്കണം, എപ്പോഴാണ് വരിക, വൈകിയതെന്താ എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് 10 തവണയെങ്കിലും ഫോൺ വിളിക്കാൻ ഇനി ഉമ്മയുണ്ടാവുകയില്ല. പലപ്പോഴും നമ്മൾ തിരക്കിലായിരിക്കുമ്പോൾ ഉമ്മയുടെ ഈ ചോദ്യങ്ങൾ നമുക്ക് ശല്യമായി തോന്നിയിട്ടുണ്ടാകാം, നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഉമ്മയില്ലാത്ത ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നത് ഈ ചോദ്യങ്ങളായിരിക്കും. നമ്മൾ എവിടെയാണെന്നോ എന്ത് കഴിച്ചെന്നോ അന്വേഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ എത്ര സങ്കടകരമാണ്. ആ ചോദ്യങ്ങൾ കേൾക്കാൻ പിന്നീട് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഒരു ഫോൺ കോളിനപ്പുറം ആ ഉമ്മയുടെ ശബ്ദം ഇനി തിരിച്ചു വരികയില്ല. എട്ടാമത്തെ കാര്യം, കുട്ടിക്കാലത്തെ ഓർമ്മകളുടെ കാവലാൾ. നമ്മൾ ജനിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞ വാക്കെന്തായിരുന്നു? നമ്മൾ കുറുമ്പ് കാണിച്ചപ്പോൾ ഉമ്മ എങ്ങനെയാണ് നമ്മെ താരാട്ടുപാടി ഉറക്കിയത്? ഇതൊക്കെ ഓർത്തു വെക്കാനും പിൽക്കാലത്ത് നമുക്ക് പറഞ്ഞു തരാനും ഉമ്മാക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളുടെ ഏറ്റവും വലിയ ഡയറിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. ഉമ്മ മരിക്കുന്നതോടെ നമ്മെക്കുറിച്ചുള്ള മറ്റാർക്കും അറിയാത്ത ആ സുന്ദരമായ ഓർമ്മകളുടെ വലിയൊരു ശേഖരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് പറഞ്ഞു തരാൻ പിന്നെ ഈ ഭൂമിയിൽ ആരും ബാക്കിയുണ്ടാവുകയില്ല. ഒമ്പതാമത്തെ കാര്യം, പകരം വെക്കാനില്ലാത്ത ഒരു മനോഹര കൈപുണ്യമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്നേഹത്തോടെ പാകം ചെയ്തു തരാൻ ഇനി ഉമ്മയുണ്ടാവുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് എത്ര വലിയ വില കൂടിയ ഭക്ഷണം കഴിച്ചാലും ഉമ്മ ഉണ്ടാക്കിത്തരുന്ന ഒരു ഉരുള ചോറിൻ്റെയോ കഞ്ഞിയുടെയോ ചമ്മന്തിയുടെയോ സ്വാദ് നമുക്ക് ഒരിടത്തു നിന്നും കിട്ടുകയില്ല. കാരണം ഉമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിൽ ചേരുവകൾക്കൊപ്പം ഉമ്മയുടെ സ്നേഹം കൂടെ ഉണ്ടായിരുന്നു. ആ കൈപുണ്യവും സ്നേഹത്തോടെയുള്ള വിളമ്പലും ഉമ്മയുടെ വിയോഗത്തോടെ എന്നേക്കുമായി അവസാനിക്കുകയാണ്. 10ാമത്തെ കാര്യം, പരലോക വിജയത്തിലേക്കുള്ള വലിയൊരു വാതിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കളെ സേവിക്കുന്നതിലൂടെ, അവരെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യം വളരെ വലുതാണ്. ഉമ്മയുടെ പാദങ്ങൾക്കടിയിലാണ് സ്വർഗം എന്നാണ് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചത്. ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ നോക്കുന്നത് നമുക്ക് പരലോകത്ത് സ്വർഗം നേടാനുള്ള ഏറ്റവും മനോഹരമായ മാർഗമാണ്. എന്നാൽ ഉമ്മയുടെ വിയോഗത്തോടെ സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ടിരുന്ന ആ വലിയൊരു കാവൽ, കാരുണ്യത്തിൻ്റെ കവാടം നമുക്ക് മുമ്പിൽ എന്നേക്കുമായി അടഞ്ഞു പോവുകയാണ്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുമ്പോഴല്ല, നമ്മുടെ കൂടെയുണ്ടാകുമ്പോഴാണ് നമ്മൾ ഉമ്മമാരെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. അവരുടെ വിലയറിയേണ്ടത് അവർ ഖബറിലേക്ക് പോയതിനു ശേഷമല്ല, മറിച്ച് അവർ നമ്മുടെ കൂടെ ശ്വാസമെടുത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ്. നമ്മുടെ ഉമ്മ ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഭാഗ്യവാനാണ്.
ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണം. അവരോട് സ്നേഹത്തോടെ ഒരുപാട് സംസാരിക്കണം. കാരണം ആ ഭാഗ്യം നഷ്ടപ്പെട്ട് ഉമ്മയുടെ പഴയൊരു വോയിസ് മെസ്സേജെങ്കിലും കേൾക്കാൻ കൊതിച്ച് രാത്രികളിൽ കണ്ണുനീരൊഴുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഇനി നിങ്ങളുടെ ഉമ്മ ഈ ലോകത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. പടച്ചവനോട് ദുആ ചെയ്യുക. നമ്മെ ദുനിയാവിലേക്ക് പ്രസവിച്ച് വളർത്തി വലുതാക്കി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹു പരലോകത്ത് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതിന് പകരം നമുക്ക് ജന്മം നൽകിയതിന് പകരം, നമ്മെ പരിപാലിച്ചതിന് പകരം നാളെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.